Hi dear students, next question number 18 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സി ഡിറ്റർമിനൻറ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് നമുക്കൊരു ഡിറ്റർമിനൻറ്റ് ഫോമിൽ തന്നിരിക്കുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 ഇൻറ്റു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് 0 എന്താണ്. പലർക്കും ബുദ്ധിമുട്ട് വരുന്നത് ഈ എഫ് ഡാഷ് 0 എങ്ങനെ കാണുന്നുള്ളതാണ്. ഒരു ഡിറ്റർമിനൻറ്റ് തരുമ്പോൾ അതിനെങ്ങനെ ഡിഫറൻസിയേഷൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ ഭാഗം നന്നായിട്ട് റെഫർ ചെയ്യണം. ഇൻ കേസ് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിലൊക്കെ ടീച്ചേഴ്സിനോട് ഒന്ന് ചോദിച്ചത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കാര്യം ചെയ്യാം. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടല്ലോ, എഫ് ഓഫ് 0 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എഫ് ഓഫ് 0 എന്ന് പറയുമ്പോഴത്തേക്കും എക്സിന് 0 കൊടുക്കലാണ്. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0, ഇവിടെ 1, ഇവിടെ എത്ര കിട്ടും 1, ഇവിടെ 2 വരും, ഇവിടെ 0 വരും, ഇവിടെ 6 വരും. ഞാൻ ഈ എക്സ് കാണുന്ന സ്ഥലത്തൊക്കെ എന്ത് കൊടുക്കുകയാണ്, 0 കൊടുക്കുകയാണ് കേട്ടോ. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് 0 വരും, ഇവിടെ 4 വരും, ഇവിടെ -2 വരും. ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 0 ആണ് ആദ്യത്തെ ടേം, പിന്നെ -1 ഇൻറ്റു ചെയ്യുന്ന സമയത്ത് -4 -0 ദെൻ +1 ഇൻറ്റു ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 8 ആണ്. സോ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ 12 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് 0 എത്ര കിട്ടി, 12 എന്ന് കിട്ടി. നമ്മൾ എഫ് ഡാഷ് എക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യലാണ്. ഡിറ്റർമിനൻ്റ് അകത്തുള്ള വേരിയബിൾ നോക്കൂ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, ഞാൻ പറയുന്നത് പോലെ ശ്രദ്ധിക്കുക. ഇതിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വരുന്നത് 3x², ഇവിടെ 4x, ഇവിടെ 3 ആണ്. അത് ഫസ്റ്റ് റോയിലുള്ള ഓരോന്നിനും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. സെക്കൻഡ് റോയിന് മാറ്റമൊന്നുമില്ല, അത് 3x² + 2, അതുപോലെ 2x, ഇവിടെ x³ + 6 ആണ്. തേർഡ് റോയും മാറ്റമില്ല, x³ - x 4 x² - 2 ആണ്. ഇനി കഴിഞ്ഞില്ല പ്ലസ് ഡിറ്റർമിനൻറ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് റോനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, സെക്കൻഡ് റോനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സെക്കൻഡ് റോനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ റോനെ അങ്ങനെ എഴുതുന്നു, x³ 2x² + 1, അതുപോലെ 1 + 3x അതേപോലെ എഴുതി. രണ്ടാമത്തെ റോനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 6x, ഇവിടെ 2, ഇവിടെ 3x² ആണ്. ഇവിടെ കിട്ടുക x³ - x 4 x² - 2 ആണ്. ഓക്കെ, പ്ലസ് ഡിറ്റർമിനൻറ്റ്. ഇനി നമ്മൾ മൂന്നാമത്തെ റോനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. മൂന്നാമത്തെ റോനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെങ്ങനെ ചെയ്യുമ്പോൾ നോക്കുക എന്തൊക്കെയാണ് അവിടെ വരിക. അപ്പോൾ നമുക്ക് x³ ഉണ്ട്, പിന്നെ ഇവിടെ 2x² + 1 ഉണ്ട്. ഞാൻ ഇവിടെ മുകളിൽ എഴുതാം, അവിടെ സ്ഥലമില്ല, ജസ്റ്റ് മുകളിൽ എഴുതാം കേട്ടോ. യെസ്, അപ്പോൾ തേർഡ് റോയിൽ വരുന്ന ഇവിടെയാണ്. x³ ഉണ്ട്, പിന്നെ വരുന്നത് 2x² + 1 വരുന്നുണ്ട്, പിന്നെ 1 + 3x വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, പിന്നെ വരുന്നത് 3x² + 2 ആണ്. 3x² + 2 വരുന്നുണ്ട്, പിന്നെ 2x വരുന്നുണ്ട്, പിന്നെ x³ + 6 വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x² - 1 വരും, 3x² - 1 വരും, പിന്നെ വരുന്നത് 0, പിന്നെ 2x. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ഇതാണ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഡിറ്റർമിനൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ ഫസ്റ്റ് റോനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് തേർഡ് റോനെ അതേപോലെ നിർത്തുക, പ്ലസ്. പിന്നെ നമ്മൾ നടുക്കത്തെ റോനെ ഡിഫറൻഷ്യേറ്റ്, രണ്ടാമത്തെ റോനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെയും തേർഡ് റോനെ അതേപോലെ നിർത്തുക, പ്ലസ്. നമ്മൾ ആദ്യത്തെയും രണ്ടാമത്തെയും റോനെ അതേപോലെ നിർത്തി തേർഡ് റോനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ഓരോ റോനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ 1 by 1 ആയിട്ട് മാത്രം. ഒരു റോനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മറ്റേ 2 റോനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് നമ്മൾ എഫ് ഡാഷ് 0 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എഫ് ഡാഷ് 0 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഫ് ഡാഷിനകത്ത് 0 കൊടുക്കലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡിറ്റർമിനകത്തൊക്കെ 0 കൊടുക്കുന്ന സമയത്ത് എല്ലാ എക്സിനും നമ്മൾ 0 കൊടുക്കലാണ്. അപ്പോൾ ഇവിടെ വരുന്നത് 0 0 3 വരും. പിന്നെ അതായത് 3 ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് വരിക കേട്ടോ, 3 ഡിറ്റർമിനൻ്റ് ആണ് വരിക. ഓക്കെ, എഫ് ഡാഷ് 0 എന്ന് പറയുമ്പോഴത്തേക്കും 3 ഡിറ്റർമിനൻ്റ് വരും, 1 2 and 3. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഡിറ്റർമിനൻ്റ് ഞാൻ ഇത് എടുക്കുകയാണ്. അതിൽ ഞാൻ എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് 0 0 3 വരും, 0 0 3 വരും, പിന്നെ 2 0 6 വരും അല്ലേ. രണ്ടാമത്തെ റോയിൽ കൊടുക്കുമ്പോൾ 2 0 6 വരും. മൂന്നാമത്തിൽ 0 4 -2 0 4 -2 വരും. രണ്ടാമത്തെ ഡിറ്റർമിനൻ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നത് 0 1 1 ആണ്, 0 1 1 വരും. പിന്നെ 0 2 0 വരും, 0 2 0 വരും. പിന്നെ 0 4 -2 വരും.
4 -2 വരും. മൂന്നാമത്തെ ഡിറ്റർമിനൻ്റ് കൊടുക്കുന്ന സമയത്ത് നോക്കിയാൽ ഈ കോളം കംപ്ലീറ്റ് 0 അല്ല സോറി ഓക്കെ, ഫസ്റ്റ് റോ കൊടുക്കുന്ന സമയത്ത് 0 പിന്നെ 1 വരും, 0 1 1 വരും, പിന്നെ 2 0 6 വരും, 2 0 6 വരും അല്ലേ, 2 0 6 വരും, പിന്നെ വരുന്നത് -1 0 0 ആണ്, -1 0 0 ആണ്. ഇത് കാൽക്കുലേറ്റ് ഈ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് എളുപ്പമാണ് നിങ്ങൾക്ക്. 0 0 ഒക്കെ വന്നുകൊണ്ട് കുറേ ടൈമൊക്കെ അങ്ങ് പോയി പോകും. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 18 ആയിരിക്കും. 18 വിൽ ബി ദി ആൻസർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 × f(0) + f'(0) ആണ്. അതായത് 2 × f(0) നമുക്ക് 12 എന്ന് കിട്ടി, + f'(0) 18 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പം 24 + 18 എന്നാണ് കിട്ടുക. 24 + 18 = കിട്ടി 42 എന്ന് കിട്ടി. സോ വാട്ട് ഈസ് ദി ആൻസർ? 42 is the answer. സോ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. നേരെ നമുക്ക് 0 0 വരുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് ഒഴിവാക്കിയിട്ട് 3 × ഇത് ചെയ്താൽ മതി, ആൻസറായി 3 × 4 12. ഓക്കെ, 3 × എത്ര കിട്ടുക? 8 ആണ് വരിക, 24 ആണ് വരിക, ആ 24 ആണ് ഇത്. ഓക്കെ, ഇത് 0 ആയിപ്പോയി, പിന്നെ ഇതെന്താണെന്നുള്ളതും ഇതൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ്, ഐ തിങ്ക് ഇറ്റ് ഈസ് 6 അങ്ങനെ എന്തെങ്കിലും വരിക. നോക്കി ഇത് കാൽക്കുലേറ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ടോട്ടൽ ഈ ഡിറ്റർമിൻ്റെ ആൻസർ 18 ആണ് വരിക. 18 ആണ് വരിക കേട്ടോ. ഡിറ്റർമിൻ്റെ ആൻസർ 18 ആണ്. 24 എന്ന് പറയുമ്പോഴത്തേക്ക് 2 × 12 + 18 ആണ്. ദാറ്റ് ഈസ് എനിവേ ഡിറ്റർമിൻ്റ് ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് നോക്കുക, ഒരു ബുദ്ധിമുട്ടില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന് ആൻസർ എത്ര വരിക? 42 ആണ് വരിക. ഓക്കെ, താങ്ക് യു.